ബിഗ് ബോസ് മലയാളം സീസൺ 6മായി ബന്ധപ്പെട്ട ചെറുതല്ലാത്തൊരു വിവാദം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ആ ഒരു കോമണർ പ്രോമോയാണ് ഈ ഒരു വിവാദത്തിന് തുടക്കം കുറിച്ചത്. അതിനെ തുടർന്ന് മൂപ്പൻസ് വ്ലോഗ് ശരത് ബ്രോ ഒരു വീഡിയോ ഇടുന്നു. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രോമോയിൽ കാണിച്ച രണ്ടുപേര്, രശ്മിൻ ആൻഡ് നിഷാന, അവരുടെ രണ്ടുപേരുടെയും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾക്ക് 4000-4500 ഫോളോവേഴ്സ് ഉണ്ട്. അത്രയും ഫോളോവേഴ്സ് ഉള്ളവർ എങ്ങനെയാണ് കോമണർ ആവുക? അവര് സെലിബ്രിറ്റീസ് അല്ലേ? കണ്ടില്ലേ, സെലിബ്രിറ്റീസിന്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തിരിക്കുന്നു. അവർ മിഡിൽ ക്ലാസ് ആണ്, BPL അല്ല. ഇതൊക്കെയാണ് നമ്മുടെ മൂപ്പൻ ചേട്ടന്റെയും പിന്നെ വേറെ കുറെ പ്രമുഖന്മാരുടെയും ഒക്കെ പ്രശ്നം. ആദ്യം തന്നെ ഈ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് 4.5K ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ അതൊരു സെലിബ്രിറ്റി അക്കൗണ്ട് എന്ന് കണക്കാക്കാൻ കഴിയില്ല. ഡീസന്റ് ആയിട്ടുള്ള ഒരു ഫോളോയിങ് ആണ് എന്നല്ലാതെ അതൊരു പബ്ലിക് ഫിഗർ ആണെന്നോ സെലിബ്രിറ്റി ആണെന്നോ ഒന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. അങ്ങനെ പറഞ്ഞാൽ അത് ശുദ്ധ പൊട്ടത്തരമാണ്, വിഡ്ഢിത്തരമാണ്. കോമണർ ആണെന്ന് പറഞ്ഞ് ബിഗ് ബോസ് ആരാധകരെ അവർ പറ്റിച്ചു, ഉടായിപ്പിച്ചു എന്നൊക്കെയാണ് ഈ പറയുന്ന പ്രമുഖന്മാരൊക്കെ പറയുന്നത്. രണ്ട് ടെലിവിഷൻ താരങ്ങളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്താൽ ഉടനെ സെലിബ്രിറ്റി ആകുമോ? അതെന്നാ ലോജിക്കാണത്? മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരു ടോപ്പ് താരത്തിന്റെ കൂടെ നിന്നുള്ള ഒരു ഫോട്ടോ എടുത്ത ഒരാളാണ് ഞാൻ. എപ്പോഴും ഉണ്ട് എൻ്റെ കയ്യിൽ. ആൾ ആരാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എടുത്ത ഫോട്ടോ ആണ്. അത് ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ ഇട്ടാൽ ഞാൻ ഉടനെ സെലിബ്രിറ്റി ആകുമോ? മൂപ്പന്റെ ലോജിക്ക് വെച്ച് ചിലപ്പോൾ പിടിച്ച് എന്നെ സെലിബ്രിറ്റി ആക്കി കളയും. പിന്നെ ആ ഒരു പ്രോമോയിലേക്ക് വന്നാൽ അതിൽ ക്ലിയർ ആയിട്ട് രണ്ടുപേരും അവരവരുടെ പ്രൊഫഷൻ, ഇൻട്രസ്റ്റുകൾ, ഹോബി ഇതിനെക്കുറിച്ച് എല്ലാം നന്നായി തന്നെ പറയുന്നുണ്ട്. അതും കോമണർ ആണെന്ന് പറയുമ്പോൾ തന്നെ അവർ അതിനെക്കുറിച്ച് എല്ലാം ക്ലിയർ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഏത് വകുപ്പിലാണ് ഇവരൊക്കെ പറയുന്നത് പോലെ ബിഗ് ബോസ് ഉടായിപ്പിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി എനിക്ക് തോന്നുന്ന ചില കാര്യങ്ങളും കൂടി ഞാൻ പറയാം. ഒരു കോമണർ എന്ന് പറയുമ്പോൾ അവർ അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ചില സീരിയോ ടൈപ്സ് ഉണ്ട് എല്ലാവർക്കും. കഴിഞ്ഞ സീസണിലെ ഗോപികയെ തന്നെ എടുക്കാം. മൂപ്പന്റെ വാക്കുകൾ കടമെടുത്താൽ സാധാരണക്കാരിയായ പെൺകുട്ടി എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അയ്യോ, എന്തൊരു വർണ്ണന! സാധാരണക്കാരി ആവണമെങ്കിൽ മോഡേൺ വസ്ത്രങ്ങൾ ഇടാൻ പാടില്ല, മേക്കപ്പ് ഇടാൻ പാടില്ല, മുഖം കുറച്ച് കറുത്തിരിക്കണം, പൊക്കം വേണ്ട, പാവമായിരിക്കണം, BPL കാരിയായിരിക്കണം. അതൊക്കെയാണ് ഓരോ സ്റ്റീരിയോ ടൈപ്പ്. അതൊക്കെയാണ് മൂപ്പന്റെ ഒരു സാധാരണക്കാരിയെ കുറിച്ചുള്ള സങ്കല്പം. ഈ പറഞ്ഞതിൻ്റെയൊക്കെ എന്തായാലും വിപരീതമായിട്ട് വന്നാൽ ഉടനെ പിടിച്ച് അഹങ്കാരിയാക്കി കളയും, സെലിബ്രിറ്റി ആക്കി കളയും. ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് മൂപ്പൻ അടങ്ങുന്ന ഇവിടെയുള്ള ചില പ്രമുഖ റിവ്യൂവർമാരുടെ എല്ലാം അജണ്ട തന്നെയാണ്. ഷോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഈ പറയുന്ന രണ്ട് കണ്ടസ്റ്റൻസിനെ നെഗറ്റീവാക്കി ചിത്രീകരിക്കുക, അവർക്ക് PR-ന് പൈസ കൊടുത്ത് അവരുടെ അന്നദാതാവിനെ ഷോ തുടങ്ങുമ്പോൾ തന്നെ പൊക്കി അടിക്കുക, അതിന് മുമ്പ് തന്നെ പൊക്കി അടിക്കുക. ഇതൊക്കെയാണ് അജണ്ട. പക്ഷേ ഈ സീസണിൽ എല്ലാം പൊളിയുമെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം ആളുകൾ മടുത്തു ഇവന്മാരൊക്കെ ഈ വിഷംതുപ്പൽ കണ്ട്. മൂപ്പനെ പോലുള്ള വേറെ രണ്ടെണ്ണമാണ് സമ്മർ മീഡിയ, പിന്നെ രാജ് ടോക്സ്. 3 പേരും ഇതേ പരിപാടി തന്നെയാണ്. പൈസ മേടിക്കുന്നവരെ പൊക്കി പറയും, വേറുള്ള എല്ലാവരെയും തരം താഴ്ത്തും. ഇനി ഇത്രയും പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ ആ രണ്ട് കോമണേഴ്സിൻ്റെ PR ആക്കുവാണെങ്കിൽ ഒരു കുഴപ്പവും എനിക്ക് പേഴ്സണലി ഇല്ല. അവരുടെ ഗെയിം മോശമാണെങ്കിൽ ഞാൻ അവരെയും വിമർശിക്കും. അതിലൊന്നും ഒരു ദയാദാക്ഷിണ്യമില്ല.